പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഈ മീറ്റിംഗിൽ കടന്നു വരുവാനും നിങ്ങളോടൊപ്പം കർത്താവിനെ സ്തുതിപ്പാനും ആരാധിപ്പാനും കർത്താവ് അടിയന്റെ ജീവിതത്തിലും ഒരുക്കി തന്ന ദൈവകൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹോവയാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യം എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഇത് ദൈവത്താൽ സംഭവിച്ചു. ഹല്ലേലൂയ. പ്രതീക്ഷയോടുകൂടെ നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുക. അതിനാധാരമായി നമ്മൾക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് തന്നെ കടന്നു വരിക. റോമാലേഖനം 12-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം അതിലിങ്ങനെയാണ് പറയുന്നത്: ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. നമുക്ക് സുപരിചിതമായ ഈ വചനം പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് ദൈവം നൽകി തന്ന ആലോചന ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. ഈ വചനത്തെ ഞാൻ 3ആയിട്ട് അതിനെ തിരിക്കുകയാണ്. അതിൽ ആദ്യം പറയുന്നു, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. രണ്ടാമത് പറയുന്നു, പൂർണ്ണതയുള്ള ദൈവഹിതം എന്നെന്ന് തിരിച്ചറിയണം. 3, മനസ്സ് പുതുക്കണം. ഹല്ലേലൂയ. ഈ 3 കാര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതും നിങ്ങളോട് ഷെയർ ചെയ്യാൻ തന്ന ആലോചനയിലേക്ക് ഞാൻ കടക്കുകയാണ്. അതിൽ ആരംഭത്തിൽ ഇങ്ങനെ പറയുന്നു, ഈ ലോകത്തിന് നിങ്ങൾ അനുരൂപരാകരുത്. ഹല്ലേലൂയ. ഇത് ആരോടാ പറയുന്നത്? പൗലോസ്: സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. ഇത് ദൈവസഭയോടുള്ള ദൂതാണ്. നമ്മൾ ഓർക്കും, ദൈവസഭയായ ഞങ്ങൾ ലോകം വിട്ടല്ലേ ഇതിലേക്ക് ഇറങ്ങി തിരിച്ചത്, പിന്നെയും എന്തിനാ ഞങ്ങളോട് പറയുന്ന ലോകത്തിന് അനുരൂപരാകരുതെന്ന്? പൗലോസ് അതിനൊരു ഉത്തരം പറയുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്തിലാണ് നിങ്ങൾ ആയിരിക്കുന്നത്. ഈ ലോകം വിട്ടൊരു ജീവിതം നമുക്കായിട്ടില്ല. നമുക്ക് ലോകത്തിൽ ജീവിക്കണം. എന്നാൽ ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ അറിയാതെ പലപ്പോഴും ലോകമകത്ത് കയറാനുള്ള അവസരങ്ങൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് സ്നേഹത്തിൽ പറയുക, സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് ഞാൻ നിങ്ങളോട് പറയുകയാ, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ എന്ത് ചെയ്യണം? ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുക. എന്നിട്ട് പറയുക, ഈ ലോകത്തിൽ നിങ്ങൾ അനുരൂപരാകരുത്. അനുരൂപരായി പോയാൽ അത് ലോകമകത്ത് കയറുന്നത് ഈ ശരീരത്തിൽ കൂടെയാണ്. ഹല്ലേലൂയ. കണ്ണ് ഏറ്റവും വലിയൊരു വാതിലാണ്. ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ കണ്ണിനകത്തൂടെയാണ് ഏറ്റവും കൂടുതൽ ലോകം നമ്മളിൽ കയറുന്നത്. കൺമോഹം, ജഡമോഹം, ജീവനത്തിന്റെ പ്രതാപം. ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് എന്തുകൊണ്ട് പറഞ്ഞു? കാരണം ഇത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നിട്ട് മനസ്സ് പുതുക്കാൻ പിന്നെ തോന്നത്തില്ല. അതിനകത്ത് അങ്ങ് കംഫർട്ടബിൾ ആകും, അകത്തേക്ക് കയറുക. ഞാൻ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്ന ഒരു എക്സാമ്പിൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. നമ്മളെ കൂടുതൽ ആൾക്കാർ അമേരിക്കയിൽ താമസിക്കുന്നത് നിങ്ങൾക്കറിയാം. ഇവിടെ വീടൊക്കെ സെയിലിനിടുമ്പോൾ മിക്കവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പോഴത്തെ മോഡേൺ രീതിയിൽ വീടിന്റെ പുറമൊക്കെ ഒന്ന് പെയിന്റ് അടിക്കും. കൂടുതൽ ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ ഞാൻ കാണുന്ന ഒരു കാര്യം, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ പുറം നന്നായിട്ട് പെയിന്റ് അടിക്കും. പുറമേ കണ്ടാൽ ഭയങ്കര നല്ല ഭംഗിയാണ്. അപ്പൊ നമ്മൾ ഈ ഭംഗി കണ്ട് വീട് അകത്ത് കയറി കാണുമ്പം അകത്ത് മാറ്റമൊന്നുമില്ല, അകത്തെല്ലാം പഴമയാ. പക്ഷെ പുറമേ നോക്കിയ മോഡേൺ ഹൗസസ് ആ. പെട്ടെന്ന് ഞാൻ ഈ വീടിന്റെ ഈ അവസ്ഥ കണ്ടപ്പോൾ ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്, ദൈവമേ, ഇതുപോലെയാ ഇന്നത്തെ കാലഘട്ടത്തിലെ ദൈവമക്കളും. പുറമേ കാണാൻ എന്ത് ഭംഗിയാന്നറിയാമോ? പുറമേ കണ്ടാൽ തനി വിശ്വാസിയാ, എന്നാൽ മനസ്സ് പുതുക്കാൻ പറ്റിയിട്ടില്ല, അകം പുതുക്കം വന്നിട്ടില്ല. പുറമേ നമുക്കെല്ലാം ഉണ്ട്. നമ്മൾ ചർച്ചിൽ പോകുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാത്തിനും നമ്മൾ മുന്നിലായി. എന്നാൽ മനസ്സിനകത്ത് രൂപാന്തരം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അടുത്തിടപഴകുമ്പോൾ അറിയാൻ പറ്റും. ഹല്ലേലൂയ. ഞാൻ ഈ വചനത്തെ ആഴമായി പഠിച്ചപ്പോൾ ഞാൻ വേറെ അധ്യായങ്ങൾക്ക് പലതും ഞാൻ ഇങ്ങനെ റെഫർ ചെയ്ത് വചനങ്ങൾ. എന്നാൽ പരിശുദ്ധാത്മാ എന്നോട് പറഞ്ഞു, റോമാലേഖനം 12-ാം അധ്യായത്തിൽ തന്നെ ഈ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടാൽ വരുന്ന മാറ്റങ്ങൾ എന്തെന്ന് ആ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. എന്നെ അത് വളരെയധികം ചിന്തിപ്പാനിടയായിത്തീരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ഈ മീറ്റിംഗിൽ വന്നപ്പോൾ ഞാനും അറ്റൻഡ് ചെയ്തപ്പോൾ കേട്ടതുണ്ട്, മനസ്സ് എങ്ങനെ പുതുക്കണം, രൂപാന്തരം എങ്ങനെ വരും, ഇതൊക്കെ നമ്മൾ കേട്ടതാ. എന്നാൽ ഈ മനസ്സ് പുതുക്കി രൂപാന്തരം വന്നിട്ടുണ്ടോ ഇല്ലയോ, എന്നിൽ ആ രൂപാന്തരം വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ ഈ റോമാലേഖനം 12-ാം അധ്യായം പഠിച്ചാൽ മതി. ഹല്ലേലൂയ. രൂപാന്തരം വന്ന വ്യക്തിയിൽ അകവും പുറവും വലിയ മാറ്റങ്ങളെ കൊണ്ടുവരാൻ കഴിയും. ഹല്ലേലൂയ. അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ലോകത്തിന് അനുരൂപരാകരുതെന്ന് പറയുമ്പോൾ അനുരൂപരായി കഴിഞ്ഞാൽ നമ്മുടെ പേര് മാറുക. ആകുന്നതിന് തൊട്ട് മുമ്പ് ലോകത്തിൽ നിന്ന് നമ്മൾ വിട്ടു, നമ്മൾ കർത്താവിന്റെ മക്കളായി തീർന്നു. പൗലോസ് വിളിക്കുന്ന സഹോദരന്മാരെ എന്നൊക്കെ നമ്മളെ വിളിക്കുന്ന, വിശുദ്ധ സഹോദരന്മാരെ എന്ന് വിളിക്കുന്നാൽ അറിയാതെ ലോകമകത്ത് കയറുമ്പോൾ യാക്കോബിന്റെ ലേഖനം 4:4 ഇങ്ങനെ പറയുന്നു, വ്യഭിചാരിണികളായുള്ളവരെ ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വം. അപ്പൊ ഇത് ആരോടാ പറയുന്നത്? ഒരിക്കൽ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങിത്തിരിച്ച ദൈവസഭയെ അത് വിളിക്കുന്നത്.
ഒന്ന് ഓർത്ത് നോക്കിക്കേ. നമ്മൾ ഇന്ന് കാണുന്ന കാലഘട്ടത്തിൽ നമ്മൾ ചുറ്റും തന്നെ നോക്കിക്കേ, നമ്മളെ തന്നെ നമുക്കൊന്ന് നോക്കാം. അല്ലെങ്കിൽ ഈ വചനം ധ്യാനിച്ചപ്പോൾ ഞാൻ എന്നെ തന്നെ നോക്കി, കർത്താവേ, എന്റെ ജീവിതത്തിൽ എന്റെ മനസ്സിനകത്ത് പുതുക്കം വരുത്തേണ്ട മേഖലകൾ എവിടെയൊക്കെയാണ്. നമ്മളൊക്കെ ചില സമയത്ത് നമ്മുടെ വീട്ടിൽ ചില മുറികളൊക്കെ നമ്മളൊന്ന് റിനോവേറ്റ് ചെയ്തെന്നിരിക്കും അല്ലെ, കാരണം എപ്പോഴും ഒരേ അവസ്ഥയാണ്. 50 ഒരേ മുറിയിൽ. അപ്പൊ ഓർക്കോ ഒന്ന് മാറ്റിയേക്ക്, എന്തോ ചെയ്യുന്നത്, പെയിന്റ് അടിക്കാന്ന് പറയും. പെയിന്റ് അടിച്ചാൽ അകത്തുള്ള ഫർണിച്ചർ ഒന്നും ആരും മാറ്റത്തില്ല, മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ ചിലരുണ്ട് ഫുൾ അകം പുറം മൊത്തം അങ്ങ് റെനോവേറ്റ് ചെയ്യും. അപ്പൊ ഒരു പുതിയ വീടാ, പഴയ സ്ഥാനത്ത് തന്നെ, പക്ഷെ പുതിയൊരു വീട്, അകവും പുറവും എല്ലാം ഒരു പുതുക്കമുണ്ട്. ഹല്ലേലൂയ. ഇതാണ് ഞാനും പറയും, നമ്മുടെ ഹൃദയത്തിനകത്തൊരു പുതുക്കം ഈ ദിവസങ്ങളിൽ വരണം. കാരണം നമ്മൾ അനേക നാളുകളായി ഒരേ റൂട്ടീനിൽ ഇങ്ങനെ പോകുന്നത് കൊണ്ട് ക്രിസ്തീയ ജീവിതത്തിലും ആ റൂട്ടീൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. രാവിലെ എഴുന്നേൽക്കുന്നു, ബൈബിൾ വായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തു, മനസ്സിനൊരു സന്തോഷം, ചെയ്തു. എന്നാൽ ഇത് മാറ്റം വരുത്തുന്നുണ്ടോ? ഇത് ചെയ്തത് കൊണ്ട് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ട്? ഇന്ന് രാവിലെ നമ്മൾ വചനം വായിച്ചല്ലോ, നിങ്ങളൊക്കെ എഴുന്നേറ്റപ്പോൾ. ഇന്ന് വായിച്ച് രാവിലെ നിങ്ങൾ ധ്യാനിച്ച വചനപ്രകാരമാണോ ഇന്ന് പകൽ നിങ്ങൾ ജീവിച്ചത്? എന്തെങ്കിലും ഒരു മാറ്റവും? ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധം വന്നു, ഇന്ന് എന്നോട് പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു, ഇന്ന് രാവിലെ വചനം വായിച്ചപ്പോൾ ഇന്ന വചനം എന്നോട് ഇടപെട്ടു, അയ്യോ ഇന്നത്തെ എന്റെ സംസാരം അല്ലെങ്കിൽ ഇന്നത്തെ എന്റെ ജീവിതത്തിന്റെ ശൈലി ഒന്ന് മാറ്റണം, എനിക്ക് അതിനകത്തൊരു രൂപാന്തരം ആവശ്യമാണ്. നമ്മളിൽ എത്ര പേര് അത് ചിന്തിക്കുന്നുണ്ട്? ആകയാൽ ഇന്ന് ഞാൻ ഈ വചനം പറയുമ്പോൾ അവിടെയാണ് നമ്മുടെ ആദ്യത്തെ മാറ്റം. ഈ ലോക സ്നേഹം കടക്കുന്നത് എങ്ങനെയാണ്? അവിടെ പറഞ്ഞ ലസ്റ്റ് ഓഫ് ഐസ്, കൺമോഹം. പിന്നെ നമ്മുടെ അത് ജഡത്തിന്റെ മോഹമായി മാറുകയാണ്. നമ്മൾ പലതും കാണും, കണ്ട് ഇതകത്തേക്ക് കയറുക, ഇത് പിന്നെ നമ്മുടെ ഹൃദയത്തിനകത്ത് സ്ഥാനം പിടിക്കുക. നമ്മൾ ഓർക്കും ഞാനൊന്ന് കണ്ടതല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ലെന്ന് ചിന്തിക്കുന്നു. എന്നാൽ കണ്ടത് കുഴപ്പമാണ്. കാരണം എന്താന്ന് ഞാൻ പറയാം. ഈ കണ്ടത് നമ്മുടെ ബ്രെയിനിനകത്ത് സബ് കോൺഷ്യസ് മൈൻഡിൽ ഇത് ഡൗൺലോഡഡ് ആയി കിടക്കുകയാണ്. പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഇതിങ്ങനെ റിവൈൻഡ് ചെയ്ത് വരും. എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ് ഉണ്ട്? കണ്ട ഒരു വീഡിയോ ആയിരിക്കാം, അല്ലെ കണ്ട ഒരു പിക്ചർ ആയിരിക്കാം, എന്തെങ്കിലും ഒക്കെ കണ്ട് പ്രാർത്ഥിക്കാൻ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ റിവൈൻഡ് ചെയ്ത് വരും. പ്രാർത്ഥിക്കുമ്പോൾ മാത്രമേ ഇത് പുറത്തു വരത്തുള്ളൂ. കാരണം ഇതാണ് നമുക്കെതിരെ ശത്രു ഉപയോഗിക്കുന്ന ആയുധം. ഹല്ലേലൂയ. പിന്നെ ജീവനത്തിന്റെ പ്രതാപവും അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ജീവിതത്തെ ലോകത്തിലേക്ക് പതുക്കെ കൊണ്ടുപോവാ. എന്നാൽ ഒരു ദൈവ പൈതൽ ഓരോ ദിവസവും മനസ്സ് പുതുക്കിയില്ലെങ്കിൽ സംഭവിക്കുന്ന ട്രാക്കിൽ പോവാന്ന് തോന്നും. കാരണം ചർച്ചിൽ പോകുന്നുണ്ടല്ലോ, ബൈബിള് വായിക്കുന്നുണ്ടല്ലോ, തോന്നും. പക്ഷെ ആക്ച്വലി ട്രാക്കി വിട്ടാ പോകുന്നത്. ആകയാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയാ, ലോകമകത്ത് കയറിയിട്ടുണ്ടോ ഇല്ലയോ, നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ലോകമകത്ത് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ശരിക്കും ക്ലീനിങ് ആവശ്യമായ ഏരിയയില്. അല്ലെങ്കിൽ അടുത്തത് പറയുന്നത് ഇങ്ങനെയാണ് പറഞ്ഞത്, അണ്ടർസ്റ്റാൻഡ് ദ പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ പൂർണ്ണ ഹിതം എന്തെന്ന് തിരിച്ചറിയണം. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഹിതത്തെ കുറിച്ച് പഠിച്ചപ്പോ പല രീതിയിലുള്ള ഹിതമുണ്ട്. ഒന്ന് നല്ല ഹിതം, നമ്മൾ പലപ്പോഴും പറയാം ദൈവത്തിന്റെ ഹിതാന്ന് തോന്നും, ദൈവത്തിന്റെ ഹിതത്തെ കുറിച്ച് തന്നെ പറയാം, നല്ലതെന്ന് തോന്നി, ഗുഡ് വിൽ. ചിലപ്പോ പ്ലീസിങ് വിൽ എന്ന് തോന്നും, ദൈവത്തിന്റെ പ്രസാദമുള്ളത് അല്ലെ. പക്ഷെ ഈ രണ്ടും എല്ലാം കൂടെ ചേരുന്നതാണ് പെർഫെക്റ്റ് വിൽ. അതിനകത്തൊരു മാറ്റമില്ല. എന്നാൽ പലപ്പോഴും നമ്മൾ ദൈവഹിതത്തെ നമ്മുടെ ഇഷ്ടത്തിനാ ചിന്തിക്കും. നമ്മൾ ഓർക്കുന്നത് ഇത് ദൈവത്തിന് ഇഷ്ടമായിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ബൈബിളൊക്കെ വായിക്കുന്നുണ്ടല്ലോ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, ഞാൻ ദൈവഹിത പ്രകാരമാണ് പോകുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഹിതം എന്താ? ബൈബിൾ വായിക്കുന്നതാണോ ദൈവഹിതം? അല്ല. വചനം വായിച്ചതുപോലെ അത് ജീവിതത്തിൽ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതാ പൂർണ്ണഹിതം എന്ന് പറയുന്നത്. ആകയാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാ പറയുക, പൂർണ്ണഹിതമാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ഹിതത്തെ നമ്മുടെ ഇഷ്ടപ്രകാരം കൊണ്ടുവരരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇന്നത്തെ തലമുറയിൽ നമ്മൾ അത് കൂടുതൽ കാണുന്നുണ്ട്. ബൈബിളിലെ വചനങ്ങളെ അല്ലെങ്കിൽ ദൈവം തന്നിരിക്കുന്ന പ്രമാണത്തെ മനുഷ്യന്റെ ഹിതപ്രകാരം അതിനെ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുക. അതൊന്നും കുഴപ്പമില്ലെന്നേ, അതൊന്നും സാരമില്ലെന്നേ. സാരമുണ്ട് ദൈവവൈതലേ. പൂർണ്ണഹിതം ദൈവം ഒരിക്കലും മാറ്റത്തില്ല. ദൈവത്തിന്റെ പൂർണ്ണഹിതം അത് പെർഫെക്റ്റ് വില്ല. അതിനൊരിക്കലും ദൈവം മാറ്റാൻ ഇടം തരത്തില്ല. അവിടെ ഇങ്ങനെ പറഞ്ഞാൽ, ഞാൻ വായിച്ച ഒരു വേർഷനിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു, ലെറ്റ് അവർ വേ ഓഫ് തിങ്കിങ് ബി ചേഞ്ച്. നമ്മുടെ ചിന്താഗതി ഒന്ന് മാറട്ടെ. നമ്മുടെ ചിന്താഗതി, നമ്മൾ പഴയ കാലത്തിൽ ഇറങ്ങിയ അമ്മച്ചിമാരോട് സംസാരിക്കുന്നതും ഇന്നത്തെ തലമുറയോട് സംസാരിക്കുന്നതും തമ്മിൽ നമുക്കറിയാം, വേ ഓഫ് തിങ്കിങ് ഒത്തിരി മാറി. ഇന്നത്തെ തലമുറ കുറച്ചും കൂടെ ലിബറലാ. അതൊന്നും സാരമില്ലെന്ന്.
കുഴപ്പമില്ലെന്നേ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ള ചിന്താഗതി ഇന്നത്തെ തലമുറ വരുമ്പോൾ പഴയ അപ്പച്ചമാരും അമ്മച്ചിമാരും, വില കൊടുത്ത അപ്പച്ചമാരും അമ്മച്ചിമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് തെറ്റാ മക്കളെ, ഇത് ദൈവഹിതമല്ലെന്ന് പറയും. ആകയാൽ ഞാനിത് പറയുന്നത് നമ്മുടെ വേ ഓഫ് തിങ്കിങ് മാറ്റണം. ദൈവ വചനത്തിന് കോംപ്രമൈസ് ഇല്ല, അത് മനസ്സിലാക്കണം. അല്ലെങ്കിൽ ദൈവത്തിന് ഇഷ്ടമല്ലെന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 500 വർഷത്തിന് മുമ്പും 1000 വർഷത്തിന് മുമ്പ് അത് ഇഷ്ടക്കേട് തന്നെയാ, ഈ കാലത്തിലും അത് ഇഷ്ടക്കേട് തന്നെയാ. ദൈവത്തിന്റെ ഇഷ്ടം നിങ്ങളുടെ ശുദ്ധീകരണമാണെങ്കിൽ ശുദ്ധീകരണം വേണ്ട ഏരിയയിൽ ശുദ്ധീകരണം പ്രാപിച്ചേ പറ്റൂ. ഹല്ലേലൂയ. അതിനകത്ത് ഒരു കോംപ്രമൈസ് ദൈവം പറയുന്നില്ല. ഹല്ലേലൂയ. അവിടെ പറയുക, ആൻഡ് യു വിൽ എഗ്രി ദാറ്റ് വാട്ട് ഹി വാണ്ട്സ് ഇസ് റൈറ്റ്. ദൈവത്തിന് വേണ്ടത് എന്തെന്ന് നമ്മൾ ഓട്ടോമാറ്റിക്കലി എഗ്രി ചെയ്യും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഈ ദൈവവചനം പറയുമ്പോൾ ഞാൻ എന്റെ അനുഭവങ്ങളിൽ ചിന്തിക്കാറുണ്ട്. പലപ്പോഴും പണ്ടത്തെ കാലത്തൊക്കെ അമ്മച്ചിമാർ അപ്പച്ചമാര് പറഞ്ഞു കേട്ടിട്ടുണ്ട്, അവർ എന്ത് കാര്യം ചെയ്യുന്നതിന് മുമ്പ് ദൈവഹിതം ചോദിക്കുമായിരുന്നു. ദൈവം ഞാൻ പോണോ? ഇല്ലേ, പൗലോസിന്റെ ശുശ്രൂഷ കാലയളവിൽ നമുക്കത് കാണാൻ കഴിയും. പോണോ, പരിശുദ്ധാത്മാ പോകണ്ടോ എന്ന് പറഞ്ഞപ്പം പോയില്ല, പോകാൻ പറഞ്ഞു, പോയി. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് നമ്മളെ തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഏതൊക്കെ ഏരിയയിലാണ് നമ്മൾ മനസ്സ് മാറ്റേണ്ടത്, പുതുക്കേണ്ടെന്നുള്ള ചിന്തയിലേക്ക് ഞാൻ വരുന്നത് കൊണ്ട് പറയുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നമ്മളെ തന്നെ നമുക്കൊന്ന് ചോദ്യം, ഞാൻ എന്നോടും കൂടിയാ പറയുന്നത്, ദൈവത്തിന്റെ ഹിതം ചോദിച്ചാണോ എല്ലാ കാര്യവും ചെയ്യുന്നത്? ജോലി, മാരേജ്, തലമുറയുടെ ഭാവി, തലമുറ ഏത് കാരിയർ എടുക്കണം, ഇതൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു ദൈവഹിത പ്രകാരമാണോ എടുക്കാറുള്ളത്, അതോ നമ്മുടെ വേ ഓഫ് തിങ്കിങ്ങിലാണോ എടുക്കുന്നത്? ഇന്ന് രാത്രി പരിശുദ്ധാത്മാ വചനത്തിൽ കൂടെ പറയുക, ലെറ്റ് അവർ വേ ഓഫ് തിങ്കിങ് ബി ചേഞ്ച്ഡ്, then we will be able to test what God wants is right for you. ദൈവത്തിന് നിനക്ക് തരണമെന്ന് ദൈവം ഉദ്ദേശിക്കുന്നത് എനിക്ക് മതി. എന്റെ വേ ഓഫ് തിങ്കിങ് ഞാൻ ഒരു ഡിസിഷൻ എടുക്കത്തില്ല, എന്റെ തലമുറയുടെ കാര്യത്തിൽ ഞാൻ ഒരു ഡിസിഷൻ എടുക്കത്തില്ല. ബിക്കോസ് ദൈവത്തിന്റെ ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും പ്രസാദമുള്ളത്. അല്ലെങ്കിൽ നമ്മൾ ആ ദൈവഹിതത്തിന് വേണ്ടി ഒന്ന് ഇറങ്ങുന്നുണ്ടല്ലോ, ദൈവം പറയുക, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ബിക്കോസ് ദൈവം തരുന്നത് ഏറ്റവും ബെസ്റ്റ്. ദൈവമക്കളെ, എടുത്തു ചാടി ഒന്നിലും ഒരു തീരുമാനം എടുക്കരുത്. അവിടെ പണ്ട് കാലത്ത് ചിലപ്പോൾ അങ്ങനെ ചെയ്തവരായിരിക്കാം നിങ്ങൾ. പണ്ടൊക്കെ എന്ത് കാര്യത്തിന് മുമ്പ് പ്രാർത്ഥിച്ച്, അപ്പാ ഞാൻ ഈ ജോലി എടുക്കട്ടെ, ദൈവമേ ഞാൻ ഇന്ന കാര്യം ചെയ്യട്ടെ എന്ന് ചോദിച്ചവരാകാം. എന്നാൽ വന്ന് 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 ഹല്ലേലൂയ മാറ്റം വന്നു തുടങ്ങി. എനിക്കറിയാം എങ്ങനെ തീരുമാനങ്ങൾ എടുക്കണമെന്ന്, എനിക്കറിയാം ഇത് ശരിയാണെന്ന്, ഇത് ദൈവഹിതമാണെന്നാ തോന്നുന്നത്. തീരുമാനം എടുത്തിട്ട് അത് ദൈവത്തിന്റെ ഹിതമാക്കി നമ്മൾ മാറ്റരുത്. പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് അറിയണമോ? ദൈവസന്നിധിയിൽ ഇരുന്ന്, കർത്താവേ എന്റെ മനസ്സിനെ ഒന്ന് പുതുക്കണമേ, എന്റെ ചിന്താഗതികളെ എനിക്കൊന്ന് മാറ്റി തരണമേ, ദൈവത്തിന്റെ ഹിതം എന്തെന്ന് പൂർണ്ണമായി മനസ്സിലാക്കാൻ ഒരു സറണ്ടറൻസ് നമുക്ക് ഇന്ന് രാത്രി കാലം ആവശ്യമാണ്. ദൈവമക്കളെ, ഇന്നത്തെ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് നമ്മളെ നോക്കി ദുഃഖിക്കുന്ന ഒരു മേഖലയാതാ, പലരും സ്വന്തം ഇഷ്ടത്തിന് തീരുമാനങ്ങൾ എടുക്കുന്നത്. സ്വന്തം ഇഷ്ടത്തിന്. ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിൾ ഉണ്ട് വചനം പറയുമ്പോ. 100 വയസ്സായ അമ്മച്ചിയും ദൈവസന്നിധി പാടുന്ന പാട്ടുണ്ട്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഇല്ലേ, നമ്മളൊക്കെ ചർച്ചിൽ പാടുന്ന പാട്ട്. അമ്മച്ചിക്ക് എത്ര വയസ്സായി? 100 വയസ്സ്. എന്നിട്ട് അമ്മച്ചി എന്തിനാ ചൈൽഡ് ഓഫ് ഗോഡ് എന്ന് പാടുന്നേ? അമ്മച്ചി പറയും, മോളെ ഞാൻ ദൈവത്തിന്റെ പൈതലാ, ദൈവത്തിന്റെ സന്നിധി ഞാൻ ഇപ്പോഴും ഒരു കുഞ്ഞു കൊച്ചിനെ പോലെ. നമ്മൾ ആ പാട്ട് പാടും, പക്ഷെ നിങ്ങൾക്ക് അതിന്റെ അർത്ഥം അറിയാം എന്താന്ന്? എ ചൈൽഡ് കനോട്ട് ടേക്ക് എ ഡിസിഷൻ ബൈ ഇറ്റ്സെൽഫ്. ഒരു കുഞ്ഞിന് സ്വയമായി ഒരു തീരുമാനങ്ങളും എടുക്കാൻ കഴിവില്ല. അതുകൊണ്ട് ചൈൽഡ് എന്ന് വിളിക്കുന്നത്. അഡൽട്ട് ഇൻ ക്രൈസ്റ്റ് എന്നല്ല നമ്മളെ പറയുന്നത്, ചിൽഡ്രൻ ഓഫ് ഇൻ ക്രൈസ്റ്റ്. നമ്മൾ ദൈവത്തിന്റെ മക്കളാ. പക്ഷെ നമ്മളുടെ ആത്മീക ഗോളത്തിൽ ഇന്ന് നമ്മളെല്ലാവരും ഭയങ്കര അഡൽട്ടിന്റെ ഒരു തീരുമാനങ്ങളില്ല. നമുക്കറിയാം എന്ത് ചെയ്യണം, ദൈവം ആ വഴിക്ക് വരണം. ഇല്ല ദൈവമക്കളെ, ദൈവം പറയുന്നത്, ദൈവം പറയും, മക്കളെ നിങ്ങൾ ഇന്നും എന്റെ മക്കളാ കേട്ടോ, കൊച്ചുമക്കളാ, അത് കുഞ്ഞു മക്കളാ. യു കനോട്ട് ടേക്ക് ഡിസിഷൻ ബൈ യുവർ സെൽഫ്. ഇന്ന് രാത്രി പരിശുദ്ധാത്മ വ്യക്തമായിട്ട് പറയുക, മനസ്സ് പുതുക്കേണ്ട മേഖല എവിടെയാ? കഴിഞ്ഞ നാളുകളിൽ ഈ ദൈവത്തിന്റെ ആലോചന ചോദിച്ചായിരുന്നു ഓരോ സ്റ്റെപ്പും എടുത്തത്. എന്നാൽ ഇന്ന് എടുത്തു ചാടി പല തീരുമാനങ്ങളും ക്കുന്നതിന്റെ ഫലമാണ് ഇന്ന് പലരും ദൈവ സാന്നിധ്യത്തിൽ നിന്ന് വിട്ടുപോകുന്നത്. ഇന്നത്തെ കഷ്ടത പലതും അതിന്റെ ഒരു തിക്താനുഭവമാണ്. കാരണം ദൈവത്തിന്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്നില്ല. ദൈവം പറയുന്നത് അതാ, ദൈവത്തിന്റെ പൂർണ്ണ ഹിതം എന്തെന്ന് മനസ്സിലാക്കണം കേട്ടോ. അതിനാദ്യം ആവശ്യം മനസ്സൊന്ന് പുതുക്കണം. നമ്മുടെ വേ ഓഫ് തിങ്കിങ് ഇന്ന് രാത്രികാലം ഒന്ന് മാറ്റാം. അടുത്ത് പറയുന്നു, റിന്യൂ അവർ മൈൻഡ്. നമ്മുടെ മനസ്സ് പുതുക്കുക. ആ മേഖലയിൽ പരിശുദ്ധാത്മാവിനോട് സംസാരിച്ച് മനസ്സ് പുതുക്കിയാൽ പല മേഖലയിൽ മാറ്റം വരും. ആദ്യം നമ്മുടെ ലൈഫ് സ്റ്റൈല് മാറാൻ തുടങ്ങും. മനസ്സിലാവുന്നുണ്ടോ? ലൈഫ് സ്റ്റൈല് മാറും, നമ്മുടെ ബിഹേവിയർ മാറാൻ തുടങ്ങും, നമ്മുടെ ക്യാരക്ടർ മാറാൻ തുടങ്ങും. ഹല്ലേലൂയ. ഞാൻ ഈ വചനം പഠിച്ചപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവ് ബൈബിളിൽ നിന്ന് ഈ എംപവേർഡ്
ടു ട്രാൻസ്ഫോം എന്നുള്ള ആ വാക്യത്തിൽ എനിക്ക് ഒരു ക്യാരക്ടറിനെ പരിശുദ്ധാത്മാവ് എനിക്കൊന്ന് കാണിച്ചു തരണം. കർത്താവ് എന്നെ കൊണ്ടുപോയത് രൂത്തിന്റെ പുസ്തകത്തിലോട്ട്. രൂത്തിന്റെ പുസ്തകം വായിച്ചപ്പോ എനിക്ക് കറക്റ്റ് ആയിട്ട് ഈ 12:2 വാക്യം വ്യക്തമായിട്ട് രൂത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. ദൈവമക്കളെ, നമുക്ക് രൂത്തിന്റെ പുസ്തകത്തിലോട്ടൊന്ന് പോകാം. അവിടെ നമ്മൾ കാണുന്നത് രൂത്തിന്റെ ലൈഫിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും, ഈ ലോകത്തിന് അനുരൂപരാകരുത്, നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയുക, മനസ്സ് പുതുക്ക, രൂപ, ഇതെല്ലാം നമുക്ക് രൂത്തിൽ കാണാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങളൊന്ന് ഓർത്തെ, ആരായിരുന്നു ഈ രൂത്ത്? മോവാബ്യ സ്ത്രീ ആയിരുന്നു. അവൾ ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചവളായിരുന്നു, ഇല്ലേ? നമുക്കൊക്കെ അറിയാം മോവാബ്യർ ആരാണെന്ന്. എന്നാൽ അവൾ ഒരു തീരുമാനം ദൈവസന്നിധിയിൽ എടുക്കുകയാണ്. അവൾ മനസ്സൊന്ന് പുതുക്കാൻ തീരുമാനം എടുക്കുക കേട്ടോ. അവൾ ആദ്യം ചെയ്തത്, ഞാൻ പറഞ്ഞല്ലോ ലോകത്തിന് അനുരൂപരാകരുത്, ലോകം വിടണമെന്ന്. അവൾ ആദ്യം ചെയ്തത് എന്താ? അവളുടെ മോവാബ് ദേശം വിടാൻ അവൾ തീരുമാനമെടുത്തു. ഏറ്റവും നല്ല എക്സാമ്പിൾ ഈ റോമാലേഖന 12:2 ഏറ്റവും നല്ല വുമൻസിനുള്ള ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ രൂത്ത. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി. നമുക്ക് അവളുടെ ലൈഫിൽ കൂടി ഈ വചനത്തെ ഒന്ന് കാണാം, എന്നിട്ട് പെട്ടെന്ന് നമുക്ക് നിർത്താം. രൂത്ത് 1:6 ഇങ്ങനെ പറയുന്നു, അവൾ മോവാബ് ദേശം വിട്ട് മടങ്ങി പോകുവാൻ തന്റെ മരുമകളോടുകൂടെ പുറപ്പെട്ടു. ആരൊക്കെ മരുമക്കള്? ഓർപ്പയും രൂത്തും. രൂത്ത് റെഡിയായിരുന്നു മോവാബ് വിടാൻ. മോവാബിൽ നിൽക്കാൻ പല ചാൻസസും ഫ്യൂച്ചറിനെ നോക്കി, നമ്മൾ ഇന്നത്തെ കാലത്ത് നോക്കിയാൽ ഭാവി നോക്കി പറയത്തില്ലേ, സാഹചര്യങ്ങൾ. മോൾ ഒന്നും കൂടെ ആ സാഹചര്യത്തെ ഒന്ന് ചിന്തിച്ചേ, മോടെ പ്രായം ഒന്ന് നോക്കിക്കേ. നമ്മളൊക്കെ പറയുന്ന വാക്കുകളല്ലേ, നിന്റെ ഇത്രയും നല്ല എഡ്യൂക്കേഷൻ നോക്കിയാൽ നീ ഇന്ന ജോലി വേണം തെരഞ്ഞെടുക്കാൻ, പക്ഷെ ദൈവം മറ്റൊരു ജോലിയായിരിക്കും പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ല് മറ്റൊന്നാ, പക്ഷെ നമ്മൾ സാഹചര്യം വെച്ച് നോക്കും, നമ്മുടെ ചുറ്റുമുള്ള പലരും ഈ വാക്ക് നമ്മളോട് പറഞ്ഞു തന്നിരിക്കും. മോളെ, നിന്റെ പ്രായം നീ നോക്കണം, മനസ്സിലാവും, നിന്റെ കുടുംബം നീ നോക്കണം, നിന്റെ അപ്പനെയും അമ്മയും വിട്ടാ നീ തീരുമാനം എടുക്കുന്നത്, നീ നീ ചാടിക്കേറി ഒരു തീരുമാനം എടുക്കരുത്. എന്നാൽ രൂത്ത് റെഡി ആയിരുന്നു മോവാബ് വിടാൻ. അവൾ എന്തുകൊണ്ട്? ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടെ 2 വ്യക്തികളെ പഠിപ്പിക്കാം. നമ്മൾ പറഞ്ഞല്ലോ എംപവേർഡ് ടു ട്രാൻസ്ഫോം. എന്താണ് രൂത്തിൽ വരുത്തിയ മാറ്റം? ഞാൻ ചോദിക്കട്ടെ, ഒരു ചർച്ചിൽ പോയി വന്ന മാറ്റമാണോ? അല്ല. എന്നാൽ നമ്മൾക്ക് കാണാൻ കഴിയും, നവോമിയിൽ കൂടി കണ്ട് മനസ്സിലാക്കിയ ഒരു മാറ്റം. നവോമിയുടെ ജീവിതം കൊണ്ട് രൂത്ത് മനസ്സിലാക്കിയ ഒരു ദൈവം. ഞാൻ ഒരു ഏറ്റവും ഈ മെസ്സേജിൽ നിങ്ങൾ ഒന്നും ഓർത്തില്ലെങ്കിലും ഈ ഒരു സെന്റൻസ് നിങ്ങൾ ഓർക്കണം. ഞാൻ ഈ പറയുന്നത് പരിശുദ്ധാത്മാവ് എന്നോട് ഇന്ന് ഉച്ചയ്ക്കൊക്കെ സംസാരിച്ച വാക്ക് ഇതായിരുന്നു. ഈ നമ്മൾ പറഞ്ഞു മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഒരു വ്യക്തി. നമ്മളൊക്കെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട വ്യക്തികളാണ് നമ്മൾ ചിന്തിക്കുക അല്ലെ? ഇപ്പൊ ഒരു ഏരിയയിലും കുഴപ്പമില്ല, നമ്മളങ്ങ് വിശ്വസിച്ചിരിക്കുക. എന്നാൽ നിങ്ങൾ ഓർക്കുക, ഞാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും മറ്റൊരു വ്യക്തിയും കൂടെ ട്രാൻസ്ഫോം ചെയ്തിരിക്കും. നിങ്ങളുടെ ലൈഫിൽ ഇത്രയും നാളത്തെ ക്രിസ്ത്യ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം കണ്ട് ഒരു വ്യക്തി ട്രാൻസ്ഫോം ആയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കുറിച്ച് പറഞ്ഞു, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടവർ ഇല്ല. ഒരു വ്യക്തിയെ പോലും കൊണ്ടുവരാൻ, സുവിശേഷം പറഞ്ഞല്ല, ഞാൻ പറഞ്ഞ വാക്ക് കേട്ടല്ലോ, സുവിശേഷം പറഞ്ഞല്ല, നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളുടെ ജീവിതം കണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയിൽ നിങ്ങളുടെ ജീവിതം കണ്ട്, നിങ്ങളുടെ ശുശ്രൂഷ മേഖലകളിൽ നിങ്ങളുടെ ജീവിതം കണ്ട് ഒരാൾ പറയുക, ആ സിസ്റ്റർ സേവിക്കുന്ന ദൈവത്തെ എനിക്ക് വേണം, ആ ദൈവത്തിന്റെ കൂടെ എനിക്ക് നിൽക്കണം, ആ സിസ്റ്ററുടെ കൂടെ എനിക്ക് പ്രാർത്ഥിക്കണം, ആ സിസ്റ്ററിന് വരുത്തിയ മാറ്റം പോലെ എനിക്കും എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തണമെന്ന് ഒരു വ്യക്തി പറഞ്ഞാൽ ഞാൻ പറയുന്നു, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട വ്യക്തിയാണ്. കാരണം നമുക്ക് പ്രസംഗിക്കാൻ എളുപ്പമാ, എന്നാൽ ജീവിതത്തിൽ കൊണ്ടുവരാൻ വളരെ പ്രയാസമാ. ദൈവമക്കളെ, നിങ്ങൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട വ്യക്തിയാണെന്ന് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യാനുള്ള ചാർട്ടാ ഞാൻ ഇത് പറയുന്നത്. നിങ്ങളുടെ ലൈഫ് കണ്ടാൽ ആൾക്കാർ പറയും, ഇത് മറ്റുള്ള ബന്ധുക്കോസാരെ പോലെയല്ല, ഈ കൊച്ചിന് എന്തോ വ്യത്യാസമുണ്ട്, അവിടെ സംസാരത്തിൽ വ്യത്യാസമുണ്ട്, അവിടെ വസ്ത്രദാനത്തിൽ വ്യത്യാസമുണ്ട്, അവളോട് സംസാരിക്കുമ്പോൾ അറിയാം ദൈവ കൃപ വ്യാപരിക്കുന്നുണ്ട്. ദൈവമക്കളെ, ഇങ്ങനെ നിങ്ങളെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ എവിടെയോ ചിലയിടങ്ങളിൽ മനസ്സ് മാറ്റേണ്ടത് അല്ലെങ്കിൽ പുതുക്കാൻ കിടക്കുകയാ. ആ ഏരിയ എന്തെന്ന് നമുക്ക് ഇന്ന് രാത്രിയിൽ ഒന്ന് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാം. പരിശുദ്ധാത്മാവ് വചനം എന്ന കണ്ണാടി കൂടെ നമ്മുടെ കുറവുകളെ ഇന്ന് രാത്രി വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പറയുന്നത് എളുപ്പമാ നമുക്ക് പറയാം പരിശുദ്ധാത്മാവിനാൽ ട്രാൻസ്ഫോർമേഷൻ. എന്നാൽ പരിശുദ്ധാത്മാവിനാൽ ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ലൈഫിൽ വരണമെങ്കിൽ ഒബീഡിയൻസ് ആവശ്യമാണ്. ഇവിടെ നവോമിയുടെ കൂടെ പുറപ്പെടാൻ രൂത്ത് തയ്യാറായപ്പോൾ സംഭവിച്ചവൾ ആദ്യം മോവാബ് വിട്ടു പുറപ്പെട്ടു. 2, ഇവിടെ പറയുന്ന ഒരു കാര്യം, അവൾക്ക് ദൈവത്തിന്റെ ഹിതം എന്തെന്ന് മനസ്സിലായി. പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ് അവൾക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? രൂത്തെ, നീ മോവാബിയല്ലേ, നിനക്കെങ്ങനെ അറിയാം ദൈവത്തിന്റെ പെർഫെക്റ്റ് വിൽ എന്താന്ന്?
ദൈവത്തെ അവൾ അറിഞ്ഞു എന്നുള്ളതാണ്. ദൈവത്തെ ഒരു വ്യക്തി, ജീവനുള്ള ദൈവത്തെ ഒരു വ്യക്തി അറിഞ്ഞാൽ ദൈവം എന്ത് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നെന്ന് നമുക്കറിയാൻ കഴിയും. മനസ്സിലാകുന്നുണ്ടോ? അവക്കൊരു കാര്യം, ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിലെ വിഗ്രഹങ്ങളും ഞാൻ വളർന്ന സാഹചര്യത്തിലെ ദൈവങ്ങൾക്ക് അങ്ങനെ ഹിതമൊന്നുമില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ ദൈവം പ്രസാദിക്കും, ഞാൻ എങ്ങനെ ജീവിച്ചാലും ദൈവത്തിന് കുഴപ്പമില്ല. എന്നാൽ ഈ നവോമി കാണിച്ചു തന്ന ദൈവത്തിന് എന്തോ ഒരു പ്രത്യേകതയുണ്ട്. ആ ദൈവം ചിലത് എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവം എന്നിൽ നിന്ന് ചിലത് പ്രതീക്ഷിക്കുന്നു. ആ പ്രതീക്ഷയുള്ളത് കൊണ്ട് നവോമി ഇന്നും ആ ദൈവത്തെ തള്ളിപ്പറയാതെ നിൽക്കുന്നത്. അപ്പൊ ഈ ദൈവത്തിന് എന്തുകൊണ്ട്? ഈ നവോമി, ഞാൻ ഇപ്പോൾ ഓർക്കും, ഒരേ അടുക്കളയിൽ പാചകം ചെയ്യുമ്പോഴും നവോമിയുടെ ജീവിത സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഭർത്താവ് നഷ്ടപ്പെട്ട, മക്കൾ നഷ്ടപ്പോൾ ചിലപ്പോൾ നവോമിയുടെ റെസ്പോൺസ് ഒക്കെ ആര് കണ്ടിട്ടുണ്ട്? രൂത്ത് കണ്ടിട്ടുണ്ട്. ഇതാണ് രൂത്തിനെ ഈ ദൈവത്തിലേക്ക് ആകർഷിച്ചത്. നവോമി ട്രാൻസ്ഫോംഡ് ആയ രീതി, നവോമിയിൽ വന്ന മാറ്റങ്ങൾ രൂത്ത് ശ്രദ്ധിച്ചു. അവിടെ പറയുന്നത് നിങ്ങൾക്കൊക്കെ അറിയാവുന്ന വചനമാണ്. 1:16 ഇങ്ങനെ പറയുന്നു, നിന്നെ വിട്ടു പിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോവാൻ എന്നോട് പറയരുത്. എന്നിട്ട് അവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം. നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും. ഈ നീ മരിക്കുന്നിടത്ത് ഞാനും മരിക്കും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ഓർക്കണം, നമ്മൾക്ക് പഴയ നിയമത്തിൽ അറിയാം, നമ്മുടെ പിതാക്കന്മാരുടെ കല്ലറകളിൽ അടക്കപ്പെടുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്, അല്ലേ? നമുക്കറിയാം അതിനകത്ത് വലിയ ആത്മീക അർത്ഥങ്ങളുണ്ട്. അപ്പൊ പിതാക്കന്മാരുടെ കല്ലറകളിൽ, കുടുംബത്തിന്റെ കല്ലറയിൽ അടക്കപ്പെടുക എന്നൊരു വലിയൊരു, ഇതൊക്കെ ഈ രൂത്തിന് എങ്ങനെ മനസ്സിലായത്? നീ മരിക്കുന്നിടത്ത് തന്നെ എനിക്കും മരിക്കണം, നിന്റെ ജനം എന്റെ ജനമായിരിക്കും. അതിന്റെ അർത്ഥം എന്താ? ആ ഒരു വാക്യമാണ് രൂത്തിന്റെ പുസ്തകത്തിലെ കീ വേർഡ് എന്ന് പറയുന്നത്. അതിനകത്ത് രൂത്തിന്റെ മനസ്സ് മാറിയെന്ന്. ഷീ റിന്യൂഡ് ഹെർ മൈൻഡ്. എന്താ അവളുടെ മനസ്സിൽ നേരത്തെ ഉണ്ടായിരുന്നത്? നമ്മളാണ് രൂത്തിന്റെ സ്ഥാനത്തെങ്കിലോ, അയ്യോ എന്റെ പ്രായം ചെറുതാ, എനിക്ക് ഒന്നുകൂടെയൊക്കെ ഒരു കല്യാണം കഴിക്കാം. നവോമിയുടെ കൂടെ ജീവിതം തുടങ്ങിയ നവോമി ഭയങ്കര റെസ്ട്രിക്ഷൻ ഉള്ളതാ. എന്റെ ദൈവങ്ങളെ പോലല്ല, ഇവിടുത്തെ ദൈവത്തിന് അത് പറ്റത്തില്ല, ഇത് പറ്റത്തില്ല, റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇവിടെ ഇച്ചിരി സ്വാതന്ത്ര്യക്കുറവുണ്ട്. പക്ഷേ മോവാബിലാണെങ്കിൽ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാം, എനിക്ക് ഇഷ്ടമുള്ള പോലെ നടക്കാം, കുഴപ്പമില്ല. പക്ഷെ രൂത്തിന്റെ മനസ്സ് മാറി എന്നുള്ള ഏറ്റവും വലിയ തെളിവ്, അവക്കതൊന്നുമല്ല വിഷയം. അവള് പറയുക, എന്റെ മനസ്സിനകത്തൊരു മാറ്റം വന്നിട്ടുണ്ട്, കാരണം ഈ ദൈവത്തെ എനിക്ക് വേണം. റെസ്ട്രിക്ഷൻസ് അവക്ക് ഭാരമായിട്ട് തോന്നിയില്ല. അവള് പറയുക, സാരമില്ല, എനിക്ക് ഈ ദൈവത്തെ മതി. മനസ്സ് മാറിയെന്നുള്ള ഏറ്റവും വലിയ തെളിവ് അവളുടെ ഡിസിഷൻ അവൾ എടുത്തു. അത് എങ്ങനത്തെ ഡിസിഷൻ ആണെന്നറിയോ? പെർഫെക്റ്റ് വിൽ ഓഫ് ഗാഡ്. ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുമ്പോൾ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഈ കമ്മിറ്റ്മെന്റാ. എന്തുവാ? കർത്താവേ, നിന്റെ ജനം എന്റെ ജനമാ. നമുക്ക് പറയാൻ കഴിയുന്നുണ്ടോ ദൈവമക്കളെ? നിങ്ങളൊന്ന് ചിന്തിച്ച്, ഈ വാക്യം തന്നെ നിങ്ങൾ ഒരു 10 വട്ടം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നിന്നെ വിട്ടുപിരിവാനും നിന്റെ കൂടെ വരാതെ മടങ്ങിപ്പോൻ എന്നോട് പറയരുതേ. ഞാൻ ഈ വചനം വായിച്ച പരിശുദ്ധാത്മാവിനോട് പറഞ്ഞത്, ഇന്നത്തെ തലമുറ ഈ വചനത്തെ പരിശുദ്ധാത്മാവുമായിട്ടൊന്ന് കൂട്ടി യോജിച്ചെന്ന് പറയാൻ പറ്റുമോ? കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങ് പോകുന്നിടത്ത് എനിക്കും പോകണം. മനസ്സിലായോ? അങ്ങയെ വിട്ടു പിരിവാൻ എന്നോട് പറയരുത്, അങ്ങയുടെ സാന്നിധ്യത്തെ വിട്ടു പോവാൻ എന്നോട് പറയരുത്. ഹല്ലേലൂയ, എന്റെ അവസാനത്തെ ശ്വാസം വരെ, ഹല്ലേലൂയ, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ എത്തുന്നിടം വരെ എനിക്ക് അങ്ങയുടെ കൂടെ നിൽക്കണം, അങ്ങയുടെ കൂടെ വസിക്കണം. ഹല്ലേലൂയ, അങ്ങ് സ്നേഹിക്കുന്നത് പോലെ മറ്റുള്ളവരെ എനിക്ക് സ്നേഹിപ്പാനിടയായി തീരണം. ഈ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് ദൈവമക്കളെ നമ്മൾ മടങ്ങി വരണം. അതിനുശേഷം അവിടെ പറയുന്ന ഒരു കാര്യം ഉണ്ട്. ഹല്ലേലൂയ, അവിടെ മനസ്സ് മാറി എന്നുള്ളതിന്റെ അടുത്തൊരു തെളിവ് നമുക്ക് കാണാം. 1:18. ഹല്ലേലൂയ, ആ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്. അവിടെ മനസ്സിന്റെ സ്ട്രെങ്ത് അവിടെയാണ് കാണിക്കുന്നത്. തന്നോട് കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി. എത്ര സ്ട്രോങ് ഡിസിഷൻ രൂത്ത് എടുത്തത്! നവോമിക്ക് മനസ്സിലായി അവൾ ആ തീരുമാനത്തിൽ നിന്ന് മാറത്തില്ലെന്ന്. എന്നാൽ ദൈവമക്കളെ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങളെ തന്നെ ഇന്ന് ശോധന ചെയ്യണേ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇറങ്ങിയ കാലത്ത് സ്ട്രോങ് ഡിസിഷൻസ് എടുത്ത് ഇറങ്ങിയവരല്ലേ നമ്മൾ? ലോകം എനിക്ക് വേണ്ട, ലോകത്തിന്റെ ഇമ്പം വേണ്ട, കർത്താവ് മതി, ഇതൊക്കെ പറഞ്ഞിറങ്ങി. ആ സ്ട്രോങ് ഡിസിഷനാണോ ഇന്നും നിങ്ങൾ നിൽക്കുന്നത്? നിങ്ങൾ ചിന്തിച്ചാൽ മതി. ചിന്തിച്ചിട്ട് ആ ഏരിയയിലാണെങ്കിൽ റിന്യൂ യുവർ മൈൻഡ്, മനസ്സ് പുതുക്കണേ പ്ലീസ്. കാരണം നമ്മളുടെ ഈ രൂത്തിനെ പോലെ ആയിരുന്നെങ്കിൽ, ഞാൻ ഓർത്തൊരു കാര്യമുണ്ട്, രൂത്ത് ബേത്ലഹേമിലൊക്കെ ചാടിക്കേറി പുറപ്പെട്ടു. എന്നാൽ നമ്മൾ രൂത്തിന്റെ പുസ്തകം മുഴുവൻ വായിക്കുമ്പോൾ രൂത്ത് മടങ്ങിപ്പോയതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരിക്കൽ പോലും അവൾ തിരിച്ച് ചിന്തിച്ചതായിട്ട് നമുക്ക് കാണുന്നില്ല. കണ്ടോ, ഞാൻ ബോവസിന്റെ വയലിൽ പോയി ചൂടത്തും വെയിലത്തും ഞാൻ കടന്ന് ഹല്ലേലൂയ കഷ്ടപ്പെടുകയാ. ഹല്ലേലൂയ, ഞാൻ ഓർത്തു നിന്റെ ദൈവം പെട്ടെന്ന് എനിക്ക് എല്ലാം നൽകി തരുമെന്ന്. പക്ഷെ സ്ലോ ആണല്ലോ, പ്രോസസ്സ് സ്ലോ ആണല്ലോ. നമ്മൾ 4 അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ഓർത്തുന്ന 4 ദിവസം കൊണ്ട് ഇത് നടന്നെന്നാ. അല്ല, അവള് ദിവസങ്ങളോളം ഇത് ചെയ്തു. ഹല്ലേലൂയ. എന്നാൽ രൂത്ത് മടുത്തതായിട്ട് നമ്മൾ കാണുന്നില്ല. കാരണം അവൾ എടുത്ത തീരുമാനം അത്ര ഉറപ്പുള്ളതായിരുന്നു. എന്നാൽ ദൈവമക്കളെ, നമ്മൾ എടുത്ത തീരുമാനത്തിൽ ഞാൻ കർത്താവിനെ വിശ്വസിക്കും, ഞാൻ കർത്താവ് പറയുന്നത് അനുസരിക്കും എന്നൊക്കെ നമ്മൾ തീരുമാനമെടുത്തു. എന്നാൽ നമ്മൾ ഈ ഏരിയയിൽ വിശ്വസ്തരാണ്.
ചിന്തിക്കുക. ഇല്ലെങ്കിൽ മനസ്സ് ബുദ്ധിക്ക് രൂപാന്തരപ്പെടേണ്ടത് ആവശ്യമാണ്. അവൾ എടുത്ത ഡിസിഷൻ ഇതാണ്, ഞാൻ എടുത്ത തീരുമാനം ഉറച്ചത്, നോ ടേണിംഗ് ബാക്ക്. ഇനിയൊരു തിരിഞ്ഞു നോട്ടമില്ല. ക്രൂശ് കണ്ടിറങ്ങിയെങ്കിൽ ഇനിയൊരു തിരിഞ്ഞു നോട്ടമില്ല. ലോകം എനിക്ക് വേണ്ട, മോവാബ് എനിക്ക് വേണ്ട, അന്യ ദൈവം എനിക്ക് വേണ്ട, ഞാൻ ദൈവത്തിന്റെ പൈതലാകാൻ അവൾ തന്നെ തീരുമാനിച്ചു. അടുത്ത ഒരു കാര്യം എന്നെ ചിന്തിപ്പിച്ചത്, അല്ലെ 2:7 ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, ഞാൻ കൊയ്ത്തുകാരുടെ പിന്നാലെ കറ്റുകളുടെ ഇടയിൽ പെറുക്കിക്കൊള്ളട്ടെ എന്ന് അവൾ ചോദിച്ചു. അവിടെ പറയുന്നത് അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരുന്നു. ഹല്ലേലൂയ, she was ready to do her work. അവിടെ പറയുന്നു അങ്ങനെ അവൾ കാലത്ത് വന്ന് ഇതുവരെ പെറുക്കിക്കൊണ്ടിരുന്നു. ഞാൻ ഈ വചനം പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ ആ റോമാലേഖനത്തിലേക്ക് വന്നിട്ട് ഞാൻ അത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും വചനത്തിന്റെ ആഴം എന്താന്ന്. അവൾ തീരുമാനമെടുത്തു, നവോമിയുടെ കൂടെ പോന്നെങ്കിൽ പോരുമല്ല, അവൾ കർത്താവിന്റെ വേല ചെയ്യാൻ സന്നദ്ധയായിരുന്നു. മനസ്സിലാകുന്നുണ്ടോ ദൈവമക്കളെ? മനസ്സ് പുതുക്കേണ്ട അടുത്തൊരു മേഖല എവിടാന്നറിയോ? നമ്മളിൽ എത്ര പേര് കർത്താവിന്റെ വേല ചെയ്യുന്നുണ്ട്? നമ്മളിൽ എത്ര പേർ ചെയ്യുന്നുണ്ട് ദൈവമക്കളെ? അവിടെ നമ്മൾ 1:22 പറയുന്നുണ്ട്, യവക്കൊയ്ത്തിന്റെ ആരംഭത്തിൽ അവർ ബേത്ലഹേമിൽ എത്തിയെന്ന്. നമ്മൾ ഇന്നൊരു യവക്കൊയ്ത്തിന്റെ കാലത്തിൽ നമ്മൾ എത്തി നിൽക്കുക. ഹല്ലേലൂയ, യവക്കൊയ്ത്തിന്റെ കാലത്തിൽ ഇന്ന് ദൈവസഭ വന്നു നിൽക്കുകയാ. നമ്മളിൽ എത്ര പേർ സുവിശേഷത്തെ കുറിച്ച് ലജ്ജയില്ലാതെ സുവിശേഷം അറിയിക്കുന്നുണ്ട്? ദൈവമക്കളെ, എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ മാനസികമായി വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇതാ, നമ്മുടെ ചുറ്റും അനേകര് കർത്താവിനെ അറിയാതെ നരകത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളിൽ എത്ര പേർക്ക് അവരെ കുറിച്ച് ആത്മഭാരമുണ്ട്? യവക്കൊയ്ത്തിന്റെ കാലത്ത് നമ്മൾ വന്നിരിക്കുക. ഇവിടെ നമ്മൾ കാണുന്ന രൂത്ത്, ഹല്ലേലൂയ, അവള് രാവിലെ തൊട്ട് ഇതുവരെ പെറുക്കിക്കൊണ്ടിരിക്കുക. വീട്ടിൽ അല്പനേരമേ താമസിച്ചുള്ള. അതിന്റെ അർത്ഥം എന്താ? നോ റെസ്റ്റ്. ഷീ വാസ് വില്ലിംഗ് ടു ഡു ഗോഡ്സ് വിൽ. അവൾക്കറിയാം ഇത് ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലാന്ന്. അവൾ ദൈവത്തിന്റെ പെർഫെക്റ്റ് വില്ലിലേക്ക്, ഹല്ലേലൂയ, നവോമി അനുസരിച്ച് അവൾ ചെല്ലുകയാ. ഹല്ലേലൂയ, നമ്മൾ ഓർക്കണം, നമ്മൾ ഇവിടെ പറഞ്ഞ നമ്മൾ ഏറ്റവും കൂടുതൽ വീട്ടില, കുറച്ചേ ഉള്ളൂ വയലിൽ. മനസ്സിലാകുന്നുണ്ടോ? അതും വയലിലുണ്ടോ? നമ്മൾ ചർച്ച് വയലല്ല കേട്ടോ. ഹല്ലേലൂയ, നമ്മൾ ഓർക്കുന്നത് ഞാൻ ചർച്ചിൽ പോകുന്നുണ്ട്, ഞാൻ എല്ലാ മീറ്റിംഗും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ചർച്ചല്ല വയല്, പുറമാ. ഹല്ലേലൂയ, ചർച്ചിന് പുറത്തൊരു ലോകമുണ്ട്. നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിങ്ങളുടെ വയല. ഹല്ലേലൂയ, അനേക പേഷ്യൻസ് അവിടെയുണ്ട്. ഹല്ലേലൂയ, നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ നെയ്ബേഴ്സ്, ഇവരെയൊക്കെ കുറിച്ച് ഒരു ആത്മഭാരം നമുക്ക് വേണം. ഈ ഏരിയയിൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. എന്നാ ദൈവത്തിന്റെ പെർഫെക്റ്റ് ഇല്ലതാ. എന്നാൽ മനസ്സ് പുതുക്കാതെ നമ്മൾ ഡ്രൈ ആയിപ്പോയി. കർത്താവിനെ അറിഞ്ഞ കാലത്ത് ഭയങ്കര തീഷ്ണതയായിരുന്നു. എന്നാൽ ഇപ്പോൾ തീഷ്ണതയൊക്കെ പോയി. പിന്നെ നമ്മൾ കാണുന്നത് രൂത്തിന്റെ ഹംബിൾനെസ്. ഇവിടെയാണ് മനസ്സ് പുതുക്കി എന്നുള്ളതിന്റെയും മാനസാന്തരം വന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. രൂത്ത് മാനസാന്തരപ്പെട്ടുള്ള ഏറ്റവും വലിയ തെളിവ്, ഷി വാസ് ഹംബിൾ. ഹല്ലേലൂയ. നെക്സ്റ്റ് ഷി വാസ് ഒബീഡിയന്റ്. 3:6 ഇങ്ങനെ പറയുന്നു, അങ്ങനെ അവൾ കളത്തിൽ ചെന്നു, അമ്മാവി അമ്മ കൽപ്പിച്ചതൊക്കെയും ചെയ്തു. ഷി വാസ് ഒബീഡിയന്റ്. ഷി വാസ് റെഡി ടു ഡു whatever she was commanded to do. She was ready, willingness ഉണ്ടായിരുന്നു അവൾക്ക്. Hallelujah. അടുത്തത്, she was patient. She was ready to wait upon God's time. രൂത്ത് എവിടെയാ പറഞ്ഞിരിക്കുന്നത്? 3:18 ഇങ്ങനെ പറയുന്നു, എന്റെ മകളെ, ഈ കാര്യം എന്താകും അറിയുവോളം നീ അനങ്ങാതിരിക്കുക. ഇന്ന് ഈ കാര്യം തീർക്കും വരെ അയാൾ സ്വസ്ഥമായിരിക്കില്ല എന്ന് പറഞ്ഞു. And she was ready to do that. നമ്മളിൽ എത്ര പേര് പേഷ്യന്റാ ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ? ഹല്ലേലൂയ. ഇന്ന് നമ്മളിൽ എത്ര പേര് പേഷ്യന്റ്? നമ്മളോട് തന്നെ ചോദിച്ചു നോക്കിയേ. ഹല്ലേലൂയ, കർത്താവിന്റെ സമയം, വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടിയുള്ള സമയത്തിന് വേണ്ടി കർത്താവെ ഞാൻ തയ്യാറാ, എത്ര പേർക്ക് പറയാൻ കഴിയും? അതോ നമ്മൾ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്നവരാണോ? നിങ്ങളൊന്ന് ഓർക്കണേ, അവിടെ പോരായ്മ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റാതെ ചാടിക്കേറി ഒരു തീരുമാനങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കരുത്. കാരണം അത് ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒരു തീരുമാനത്തിലായിരിക്കും നിങ്ങൾ എത്തിച്ചേരുന്നത്. അടുത്ത ലാസ്റ്റ് പോയിന്റിലേക്ക് നമ്മൾ വരികയാണ്. ഇത് പറഞ്ഞ് ഞാൻ എന്റെ മെസ്സേജിൽ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ മനസ്സ് പുതുക്കുന്ന രീതി, നമ്മൾ തീരുമാനമെടുക്കണം, നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം എന്നൊക്കെ പറഞ്ഞു രൂത്തിന്റെ അനുഭവം കൂടെ കൂട്ടി പറയുക. എന്നാൽ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട വ്യക്തിയുടെ ലൈഫ് എങ്ങനെയായിരിക്കണം? അത് 12-ാം അധ്യായത്തിന്റെ 3 തൊട്ടുള്ള വാക്യം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഞാൻ പറയാം, 12-ാം അധ്യായം ഇസ് ദ പെർഫെക്റ്റ് ചാപ്റ്റർ. ഒരു ദൈവ പൈതലിന് 12-ാം അധ്യായം വായിച്ചാൽ ഏറ്റവും ബ്ലെസ്സഡ് ടൈം അത് വായിച്ചാൽ. എനിക്ക് വളരെ അനുഗ്രഹമായിരുന്നു. ഞാൻ ഈ മീറ്റിങ്ങിന് വേണ്ടി ഈ മെസ്സേജ് വീണ്ടും ഈ അധ്യായം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, കർത്താവ് എന്റെ ലൈഫിലെ കുറവ് എനിക്ക് മനസ്സിലായി. കാരണം ഒരുപാട് ഏരിയ പുതുക്കപ്പെടാൻ കിടക്കുക, ഒരുപാട് ഏരിയയിൽ. മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ ഓർത്തു കുഴപ്പമില്ലെന്ന്, ബട്ട് റിന്യൂ അവർ മൈൻഡ്. എവിടെയൊക്കെയാണ്? ഞാൻ ആ വചനം ഒന്ന് വായിക്കാം. റോമാലേഖനം 12:3 തൊട്ട് 21 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറഞ്ഞു. അതിനകത്ത് ആദ്യം പറയുന്നത്, ഫസ്റ്റ് പോയിന്റ്, വി വിൽ കൺസിഡർ അതേഴ്സ് ആസ് അവർ ഓൺ. ഞാൻ രൂപാന്തരപ്പെട്ട വ്യക്തിയാണെന്ന്. നമുക്ക് ഈ സ്കെയിലിൽ നമ്മളെ തന്നെ എന്ത് ചോദന ചെയ്യും? മറ്റുള്ളവരെ ചോദന ചെയ്യണ്ട, ഞാൻ എന്നെ ചോദന ചെയ്യുക. ഇന്നത്തെ സ്കെയില് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട വ്യക്തിയാണോ ഞാൻ? ദൈവത്തിന്റെ പൂർണ്ണ ഹിതം അനുസരിച്ച് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആദ്യത്തെ പോയിന്റ്, വി വിൽ കൺസിഡർ അതേഴ്സ് ആസ് അവർ ഓൺ.
12:5 അവിടെ ഇങ്ങനെ പറഞ്ഞു, അതുപോലെ പലരായ നാം ക്രിസ്തുവിൽ ഒരു ശരീരവും എല്ലാവരും തമ്മിൽ അവയവങ്ങളുമാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഞാൻ രൂപാന്തരപ്പെട്ടോ ഇല്ലയോ നിങ്ങൾക്ക് അറിയേണ്ടത് എങ്ങനെയാ? ഐ വിൽ കൺസിഡർ എവ്രി വൺ. അവിടെ സഭ, ഡിനോമിനേഷൻ, മനസ്സിലാവുന്ന കളറ്, റേസ്, ഇതിനൊന്നും ബാരിയർ അല്ല. എനിക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ തോന്നും, കാരണം ക്രിസ്തു എന്ന തലയുടെ ശരീരമായ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കും. അടുത്തത് ലവ് സിൻസിയർലി. ഹല്ലേലൂയ. അവിടെ 12:9 പറയുന്നു, സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ഞാൻ ഈ നമ്മൾ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ രൂത്തിന്റെ ലൈഫും കൂടെ കൂട്ടി പറയാം. രൂപാന്തരം വന്നോ ഇല്ലയോ എന്ന്. രൂത്ത് നവോമിയെ കൺസിഡർ ചെയ്തു. അവളിൽ മാറ്റം വന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അതാ. ഷീ വാസ് നോട്ട് സെൽഫിഷ്. എന്റെ ഭാവി, എന്റെ ജീവിതം, ഞാൻ ചെറുപ്പമാ, എനിക്കൊരു കല്യാണം കഴിച്ചു പോകാം എന്ന് അവൾ ചിന്തിച്ചില്ല. അവളിൽ മാറ്റം വന്നുള്ള എന്റെ ആദ്യത്തെ തെളിവ്, അവൾ നവോമിയെ കൺസിഡർ ചെയ്തു. അവൾ പറയുക, നിന്റെ ജനം എന്റെ ജനം, എനിക്കറിയാം നീ ഒറ്റയ്ക്കാണെന്ന്, ഒരിക്കലും എനിക്ക് നിന്നെ ഒറ്റയ്ക്ക് വിടാം, ഉറപ്പ് പൊക്കോട്ടെ, പക്ഷെ എന്റെ മനസ്സ് മാറി. നോ, ഹല്ലേലൂയ, നീ ഇനി ഒറ്റയ്ക്കല്ല, നിന്റെ ജേർണിയിൽ ഞാൻ നിന്റെ കൂടെ വരാം. ഒരു വിവാഹം കൊതിച്ചല്ല അവള് നവോമിയുടെ പുറകെ പോയത്, പക്ഷെ അവളുടെ ദൈവത്തിന്റെ ഹിതം മനസ്സിലായപ്പോൾ, അവൾ ഒരു ദൈവ പൈതലായപ്പോൾ മറ്റുള്ളവരുടെ വേദന അവളുടെ വേദനയായി മാറാൻ പറ്റി. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സ് പുതുക്കിയവരാണോ? നിങ്ങൾ രൂപാന്തരപ്പെട്ടവരാണോ? ഉറപ്പായും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളെന്ന് മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാൻ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടാവും. നെക്സ്റ്റ് പോയിന്റ്, ലവ് സിൻസിയർലി. അവിടെ പറയുന്ന ഒരു കാര്യം, ഹേറ്റ് വാട്ട് ഈസ് ഈവിൾ ആൻഡ് ക്ലിങ് ടു ഡു വാട്ട് ഈസ് ഗുഡ്. ഹല്ലേലൂയ. അവിടെ പറയുന്ന വാക്യം നിങ്ങൾ തീയത് വെറുത്ത് നല്ലതിനോട് പറ്റിക്കൊള്ളുക. രൂത്ത് അത് ചെയ്തു. രൂത്തിനറിയാം മോവാബ് ഈവിൾ പിടിച്ചത്, ഈവിളിന്റെ ദേശമാ, അല്ലല്ലേ? ഈവിളാ, അവിടെ ഉള്ളതല്ല ഈവിളാ. പക്ഷെ അവള് ക്ലിങ് ചെയ്തത് എങ്ങോട്ടാ? വാട്ട് ഈസ് ഗുഡ്. ബേത്ലഹേം അപ്പത്തിന്റെ ഭവനം ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ അവിടെ മതി എനിക്ക്. അവൾ തീയതിനെ വെറുത്തു, നല്ലതിനു വേണ്ടി ഇറങ്ങി. അല്ലെങ്കിൽ അടുത്തത് നമ്മൾ പറയുന്നു, ഇന്ന് നമ്മുടെ രേഷ്മ സിസ്റ്റർ ആ വാക്ക് 2-3 വട്ടം ആ വാക്ക് പറഞ്ഞു. എനിക്ക് അത് വളരെയധികം ചിന്തിപ്പിക്കാനിടയായി തീർന്നു. അവിടെ പറയുന്നു, റോമർ 12:11 പറയുന്നു, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ ആത്മാവിൽ എരിവുള്ളവരായി കർത്താവിനെ സേവിക്കണം. ചിന്തിച്ചേ രൂപാന്തരപ്പെട്ടവരെ, ചിന്തിച്ചേ, നമ്മുടെ ജീവിതത്തിൽ ഉത്സാഹമുണ്ടോ? ഉത്സാഹമുണ്ടോ? നമ്മളൊരു മീറ്റിങ്ങിന് പോകുന്ന ഉത്സാഹത്തോടെയാണോ? ഞാൻ ഇന്ന് വളരെ സന്തോഷം തോന്നി. എനിക്ക് വളരെയധികം സിസ്റ്ററിന്റെ കമ്മിറ്റ്മെന്റ് മനസ്സിലായി. രേഷ്മ സിസ്റ്റർ രാവിലെ തൊട്ട് എല്ലാ ഗ്രൂപ്പിലും മീറ്റിംഗ് ഞാൻ കാണും, ജോയിൻ നൗ. ഞാൻ നോക്ക്, കർത്താവ് ഇങ്ങനെ ഉത്സാഹിപ്പിക്കാൻ ഒരു നല്ല മനസ്സ് പ്രിയ കർത്താവിന്റെ ദാസികയുണ്ട്. ഞാൻ ഓർ കർത്താവ് ഒരു വട്ടം വിട്ടാൽ പോരെ. പക്ഷെ പോരെ, സിസ്റ്ററിന് അറിയാം എല്ലാവരും ഇങ്ങനെ ഉത്സാഹിപ്പിക്കാൻ ഒരു തയ്യാറെടുപ്പ് ദൈവദാസിക്ക് കർത്താവ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ സ്ഥിരം പറയാൻ ഒരാൾ ഉണ്ടെങ്കിലേ നിങ്ങൾ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യത്തുള്ളൂ, ചർച്ചിൽ പോകത്തുള്ളൂ, സൺഡേ രാവിലെ എഴുന്നേറ്റ് പോകാൻ ഒരു ഉത്സാഹമുണ്ടോ? ആദ്യകാലത്തുണ്ടായിരുന്ന റിന്യൂ ചെയ്ത കാലത്ത് ഇന്ന് റിന്യൂവൽ മൈൻഡ് മാറി. ഹല്ലേലൂയ. നമ്മൾ ലോകത്തിന്റെ അകത്ത് കയറിയപ്പോൾ വേറെ പല കാര്യങ്ങൾക്ക് നമുക്ക് സ്ഥാനം വന്നു. ഹല്ലേലൂയ. ആ ഏരിയ തിങ്ക് ചെയ്യണേ. നിങ്ങൾ ഉത്സാഹത്തിൽ മടുപ്പുള്ളവരാണോ? യൂത്തിന്റെ ലൈഫിൽ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം. ഹല്ലേലൂയ. യൂത്ത് വാസ് റെഡി ടു ഡു എനിത്തിങ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, അവൾ അല്പനേരമേ വിശ്രമിച്ചുള്ളൂ. അവൾക്ക് ഉത്സാഹം ഉണ്ടായിരുന്നു. അവൾ ആത്മാവിൽ മടുപ്പില്ലാത്തവളായിരുന്നു. അല്ലെങ്കിൽ അവൾ ചിലത് പെറുക്കിയ തിരിച്ച് വീട്ടിൽ വരത്തുള്ളായിരുന്നു. അവളിൽ മാറ്റം നമുക്ക് കാണാം. അടുത്തത് അല്ലെങ്കിൽ റോമാലേഖനം 12:16 ഇങ്ങനെ പറയുന്നു, തമ്മിൽ ഐക്യമത്യമുള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുക. നമുക്കിത് രൂത്തിലും കാണാൻ കഴിയും, ബോസിലും കാണാൻ കഴിയും. രൂത്തിൽ നമ്മൾ എങ്ങനെയാ കാണുന്നത്? നമ്മൾ ഇന്നത്തെ തലമുറയോടാണ് ഞാനിത് പറയുന്നത്. നമ്മൾക്ക് നമ്മുടെ പ്രായമുള്ള അമ്മച്ചിമാരോടൊക്കെ ഒരു പുച്ഛമാണ്. അമ്മച്ചിമാര് പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും വചനം വായിക്കാൻ, അമ്മച്ചിക്ക് എന്തോ അറിയാവുന്നേ, മമ്മിക്ക് എന്തോ അറിയാവുന്നേ, ഇതെന്തോന്ന് എപ്പോഴും പ്രാർത്ഥിക്കുന്നു, ഇത് എന്തുവാ ഇത്? മമ്മിയേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം എനിക്കുണ്ട്, മമ്മിയേക്കാൾ കൂടുതൽ അറിവ് എനിക്കുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ തലമുറയ്ക്ക് ആ ഒരു നമ്മളിൽ കുറവ് വരിക കേട്ടോ. നമ്മുടെ പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ അപ്പച്ചമാരൊക്കെ നമുക്ക് ഉപദേശം തരുമ്പോൾ ഹല്ലേലൂയ നമ്മൾ ചെയ്യേണ്ട തമ്മിൽ ഐക്യമത്യമുള്ളവരായി, അല്ലെങ്കിൽ വലിപ്പം ഭാവിക്കരുത് കേട്ടോ. നമ്മൾ തമ്മിൽ ഐക്യമത്യമുള്ളവരായി നമ്മൾ ഇവിടെ ബോവസിന്റെ ലൈഫിൽ നമുക്കത് കാണാൻ കഴിയും. ബോവസ് ഒരിക്കലും രൂത്തിനെ മാറ്റിക്കളഞ്ഞില്ല, വലിപ്പം ഭാവിച്ചില്ല. ഹല്ലേലൂയ. രൂത്തിനെ കൺസിഡർ ചെയ്തു. ലാസ്റ്റ് പറഞ്ഞ വാക്യം വായിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ്. അവിടെ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, നമ്മൾ തമ്മിൽ സ്നേഹിക്കണം. 13:8 പറയുന്നുണ്ട്, 12 അത് പറയുന്നുണ്ട്, അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടൊന്നും കടംപെട്ടിരിക്കരുത്. ഹല്ലേലൂയ. അന്യനെ സ്നേഹിക്കുന്നവൻ ന്യായപ്രമാണം നിവർത്തിച്ചിരിക്കുന്നു. 13:8. ഹല്ലേലൂയ. ദൈവമക്കളെ, ഞാൻ ഈ വചനത്തിൽ നിന്നെല്ലാം പറയാൻ ആഗ്രഹിച്ച വചനം ഇതാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മൾ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ടിട്ടാണ് നമ്മൾ ഇരിക്കുന്നെങ്കിൽ ഈ പറഞ്ഞ അധ്യായത്തിൽ 12 പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നവരാണ്. എന്നാൽ സ്നേഹത്തിൽ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ,
രൂപാന്തരം ആവശ്യം കേട്ടോ. രൂപാന്തരപ്പെടണം കേട്ടോ. മനസ്സ് പുതുക്കേണ്ട ഏരിയ അവിടെയാ കേട്ടോ. അല്ലെങ്കിൽ ചിലത് മാറ്റാൻ തയ്യാറാവണം കേട്ടോ. അല്ലെങ്കിൽ സ്നേഹമല്ലാതെ ഒന്നിലും കടംപെട്ടിരിക്കരുത്. അല്ലെങ്കിൽ മറ്റുള്ളവരെ എനിക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? അല്ലെങ്കിൽ ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുവാൻ, ക്രിസ്തു മറ്റുള്ളവരെ കരുതിയതുപോലെ എനിക്ക് കരുതുവാൻ. ഹല്ലേലൂയ. തമ്മിൽ വലിപ്പം ഭാവിക്കരുത് കേട്ടോ. നമ്മളെല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ്. ഹല്ലേലൂയ. എളിയവരോട് ദയ കാണിക്കണം നാം. അല്ലെങ്കിൽ രൂപാന്തരം വന്നവർക്ക് ഈ 3 തൊട്ടുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ റോമാലേഖനത്തിൽ നമുക്ക് കാണാൻ കഴിയും. രൂപാന്തരപ്പെട്ടോ ഇല്ലയോ എന്ന് ഈ അധ്യായം വായിച്ച് സ്വയം ശോധന ചെയ്യുക. ഹല്ലേലൂയ. ഇല്ല, ചില ഏരിയകളിൽ എനിക്ക് കുറവുണ്ട് കർത്താവേ. ഇന്ന് രാത്രി എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? അപ്പാ, എനിക്ക് മനസ്സിലായി ദൈവഹിതം എന്ന് പറയുന്നതാണ് ഈ 12:3 തൊട്ടുള്ള വാക്യം. ദൈവത്തിന്റെ ഹിതം അതാ. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം, കരുതണം, വലിപ്പം ഭാവിക്കരുത്, ഉത്സാഹത്തിൽ മടുപ്പില്ലാതെ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം, പ്രാർത്ഥനയിൽ ഉറ്റിരിക്കണം, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ, അത് നിങ്ങൾ വായിച്ചാൽ മതി. അതിഥി സൽക്കാരം ചെയ്യണം, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ നിങ്ങൾ അനുഗ്രഹിക്കണം, ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ. ഇതൊക്കെ അതിനകത്ത് കിടക്കണം. ഞാനിതൊന്നും വായിച്ചു വിടുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ ദ സേഫ് സോൺ. എന്നാൽ ഇത് സേഫ് സോൺ അല്ലാതെ നമ്മൾ നിൽക്കുന്നതെങ്കിൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഈ വചനത്തിൽ കൂടി നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം കേട്ടോ. ഇല്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകും. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് വീണ്ടും പറയുന്നു, മനസ്സ് പുതുക്കേണ്ട മേഖലകളിൽ മനസ്സ് പുതുക്കി നമുക്ക് ഇന്ന് രാത്രി കാലം രൂപാന്തരപ്പെടാം. ഹല്ലേലൂയ. രൂത്തിനെ പോലെ എടുത്ത തീരുമാനത്തിനും പ്രതിഷ്ഠയിലും ഉറച്ചു നിന്നുകൊണ്ട് കർത്താവേ, I am ready to be transformed. അതിനുള്ള ആത്മശക്തി എനിക്കൊന്ന് താ, ആത്മാവിന്റെ ബലം എനിക്കൊന്ന് താ. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ ഞാൻ വചനം കേട്ടു. എന്നാൽ ആ വചനപ്രകാരം എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ 12ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ഹല്ലേലൂയ, ഒരു രൂപാന്തരപ്പെട്ട ഒരു ജീവിതം, പൂർണ്ണതയുള്ള ദൈവത്തിന്റെ പൂർണ്ണത അറിഞ്ഞുള്ള ഒരു ജീവിതം. എന്റെ ദൈവത്തിന്റെ ഇഷ്ടമില്ലാത്തത്, ഹിതമല്ലാത്ത ഒന്നും തിരഞ്ഞെടുക്കുവാൻ എന്നെ അനുവദിക്കരുത്. അങ്ങനെ ഒരു ജീവിതം കാഴ്ചവെച്ച് ഒരു വ്യക്തിയെങ്കിലും അപ്പ എന്റെ ജീവിതം കണ്ടിട്ട് ക്രിസ്തുവിനെ പോലെ ജീവിച്ചു എന്റെ ലൈഫ് കണ്ട് വീട്ടിലെ ഒരു രൂത്തിനെ നേടുവാൻ, വീട്ടിലെ നവോമിയെ നേടുവാൻ, ഹല്ലേലൂയ, പുറമെ ആരെ നേടിയില്ലെങ്കിലും വീടിനകത്ത് ചില രൂത്തുകളെ നേടണം കേട്ടോ. ഹല്ലേലൂയ. വീടിനകത്ത് ചില ഓർപ്പകളുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ അവർ വിട്ടുപോയെന്ന് വരാം. എന്നാൽ വീട്ടിൽ നവോമിമാരെ നിങ്ങൾ രൂത്തിനെ നേടണം കേട്ടോ. രൂത്തെ ഹല്ലേലൂയ എടുത്ത തീരുമാനത്തിൽ നിൽക്കണം കേട്ടോ. ഇല്ലെങ്കിൽ കുറവുണ്ട്. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുക. ഇന്ന് രാത്രി കാലം ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളെ തന്നെ സമർപ്പിക്കാം. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന പ്രിയാഞ്ചോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. കേട്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.